സജോ ദേവസ്വി കൂടി ചേരുന്നു. സജോ, എന്താണ് മധ്യകേരളത്തിലൊരു സാഹചര്യം? പ്രത്യേകിച്ച് ഇടുക്കിയുടെയും മലയോര മേഖലയിലൊക്കെ, എറണാകുളത്തിന്റെയും മലയോര മേഖലയിലൊക്കെ മഴയുണ്ടോ? തൃശ്ശൂരിൽ കനത്ത മഴയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ, അവിടെ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. വിനീത, മധ്യകേരളത്തിൽ പുലർച്ചെ വരെയും അതിശക്തമായ മഴയാണ് ലഭ്യമായത്. മലയോര മേഖലയിൽ ഇടവിട്ട ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ, ഇടുക്കി ഉൾപ്പെടുന്ന ഒപ്പം എറണാകുളം ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലും. ഇപ്പോൾ കൊച്ചിയുടെ നഗരമേഖലയിൽ മഴ ഒരല്പം മാറി നിൽക്കുകയാണ്. ഈ കാണുമ്പോൾ തന്നെ അറിയാം, കൂടെയൊന്നും ചൂടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ പുലർച്ചെ വരെ അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ടായിരുന്നത് എടുത്തു പറയേണ്ടതുണ്ട്. തൃശ്ശൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. എറണാകുളം ജില്ലയുടെ മലയോര മേഖല, പ്രത്യേകിച്ച് കോതമംഗലം, കോലഞ്ചേരി, മൂവാറ്റുപുഴ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ ഇടവിട്ട ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ രാത്രി മുഴുവൻ അതിശക്തമായ മഴയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാട് ചിറ്റേത്തുകരയിലാണ്. ഇവിടെ സീപോർട്ട് എയർപോർട്ടിനോട് ചേർന്ന ഇട റോഡിന്റെ സംരക്ഷണ ഭിത്തി ഈ ഒരു ഫ്ലാറ്റ് ഹാപ്പി ഹോം 2 എന്ന ഫ്ലാറ്റ് വളപ്പിലേക്ക് ഇന്നലെ രാത്രി തകർന്നു വീണു. അതിന് താഴെ ഒരു കാർ പാർക്ക് ചെയ്തിരുന്നു. ആ കാറിന്റെ മുകളിലേക്ക് അടക്കം വീണു. ഈ സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഇപ്പോൾ ഇവിടെ മെട്രോയുടെ പ്രവൃത്തി അടക്കം പുരോഗമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ്. അതിൽ സീപോർട്ട് റോഡിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഇടറോഡാണ് കാക്കനാട് ചിറ്റേത്തുകരയിൽ. ഇന്നലെ രാത്രി അതിശക്തമായ മഴയുണ്ടായിരുന്നു. ആ സംരക്ഷണ ഭിത്തിയോട് ചേർന്ന ഒരു ഇടറോഡാണ് ഈ നിലയ്ക്ക് തകർന്നു വീണത്. ആളപായമൊന്നുമില്ല, മറ്റു അപകടങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ കരുതുന്നു, ഒരു കാറിന്റെ ചെറിയ ഭാഗം കാണാം. അത് ഈ കോൺക്രീറ്റ് തകർന്നു വീണ കോൺക്രീറ്റ് പാളികളുടെ അടിയിൽ ആയിട്ടുണ്ട് എന്നാണ്. കാറിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ടല്ലേ സജോ? പൂർണ്ണമായും അതിന് മുകളിലേക്കാണ് വീണിരിക്കുന്നത്. വിനീത, ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്ന ഒരു കാറിന്റെ ഭാഗങ്ങൾ കാണാം. അതവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു, അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതിന് മുകളിലേക്കാണ്. ആ കാർ പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. കോൺക്രീറ്റ് പാളികൾ ആ കാറിന്റെ മുകളിലേക്ക് പതിച്ചിട്ടുണ്ട്. ആളുകളൊന്നും ആ സമയത്ത് ഈ തകർന്നു വീഴുന്ന സമയത്ത് തൊട്ടടുത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്തരം അപകടങ്ങളൊന്നുമില്ല എന്നത് ആശ്വാസമാണ്. പക്ഷേ ആ വാഹനം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ബോണറ്റ് ഒഴികെ ബാക്കി എല്ലാ ഭാഗങ്ങളും തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് സജോ നമ്മൾ കാണുന്നത്. അത് അവിടെ ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ടോ? നിരവധി വാഹനങ്ങളൊക്കെ പോകുന്ന സ്ഥലമാണല്ലോ അല്ലേ? വിനീത, അതായത് ഈ കാണുന്നതാണ് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ സംരക്ഷണ ഭിത്തി. ഞാൻ നിൽക്കുന്നതിന് നേരെ എതിർഭാഗത്ത് കാണുന്നതാണ്. അവിടെ മെട്രോയുടെ പ്രവൃത്തിയടക്കം മറുഭാഗത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സംരക്ഷണ ഭിത്തിയാണ്. അതിനോട് ചേർന്നുള്ള ഇടറോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഇടറോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ഇത്രയും ആഴം താഴ്ചയുണ്ട്. അതിനുശേഷം ഇങ്ങോട്ടും കാര്യമായ ഒരു ആഴം താഴ്ഭാഗത്തേക്കാണ് നിൽക്കുന്നത്. അവിടെയാണ് ഇവിടെ തന്നെ നിൽക്കുമ്പോൾ സുരക്ഷിതമല്ല. ഇതുവഴി വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന അപ്പുറത്തെ കെട്ടിടങ്ങളിലേക്കും മറ്റുമൊക്കെ വാഹനം കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ഒപ്പം ഇത് ഇവിടെ നിരവധി ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റാണ് ഈ ഹാപ്പി ഹോം ഫ്ലാറ്റ് എന്നത്. ഇതിൻ്റെ ദുർബലാവസ്ഥയിലായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും നിലയ്ക്ക് സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയെ ബാധിക്കുമോ എന്നതുകൂടി പരിശോധിക്കേണ്ടതാണ്. അതിലേക്ക് കൂടി അധികൃതർ കടക്കും എന്ന് നമ്മൾ പ്രത്യാശിക്കുന്നു. സമാനമായി സീപോർട്ട് എയർപോർട്ട് റോഡിൽ തന്നെ ഇന്നലെ രാത്രി മരം കടപുഴകി വീണ് 2 ഇരുചക്ര വാഹന യാത്രികർക്ക് പരിക്കേറ്റിരുന്നു. അതായത് തിരക്കേറിയ പാതയാണല്ലോ. അതിനിടയിൽ ഇന്നലെ കനത്ത മഴയുണ്ടായിരുന്നു. ഇതിനിടെയാണ് യാത്ര പുരോഗമിക്കുന്നതിനിടെ ആളുകളൊക്കെ റോട്ടിലുള്ള സമയത്ത്, വാഹനങ്ങളൊക്കെ റോട്ടിലുള്ള സമയത്താണ് 2 മരങ്ങൾ കടപുഴകി വീണത്. ആളുകൾക്ക് പരിക്കേറ്റ നിസ്സാര പരിക്കാണ്, ആശങ്കപ്പെടാനില്ല. വളരെ വേഗത്തിൽ തന്നെ മരം മുറിച്ചു മാറ്റുകയും ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. മഴ കനക്കും എന്ന സൂചനകളുണ്ട് ഇപ്പോൾ. പക്ഷേ ഒരല്പം ആശ്വസിക്കാൻ വകയുണ്ടെന്ന് മാത്രം.